നൽകിയത്. ഇനി തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDF-ന് 5 വിമതർ. ഉള്ളൂർ, ചെമ്പഴന്തി, കാച്ചാണി, വാഴോട്ടുകോണം, വിഴിഞ്ഞം വാർഡുകളിലാണ് വിമതർ. ആർ ശ്രീജിത്ത് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ തദ്ദേശ പോരാട്ടം നടക്കുന്ന, ഏറ്റവും വാശിയേറിയ പോരാട്ടവും പ്രചാരണം നടക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് LDF-ന് CPM-ന് ഇത്രയേറെ വിമതർ. ഗോകുൽ സൂചിപ്പിച്ചതുപോലെ വാശിയേറിയ മത്സരം നടക്കുന്ന തിരുവനന്തപുരം നഗരസഭയിൽ LDF-നും UDF-നും ഒരുപോലെ തലവേദന സൃഷ്ടിച്ചുകൊണ്ട് വിമത സാന്നിധ്യം തുടരുകയാണ്. പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിക്കുമ്പോഴും പ്രധാനപ്പെട്ട വാർഡുകളിലെ സ്ഥാനാർത്ഥികളാരും വിമത സ്ഥാനാർത്ഥികളാരും പിന്മാറാൻ തയ്യാറായിട്ടില്ല. CPIM-ന് LDF-ന് 5 വിമതരാണുള്ളത്. വിഴിഞ്ഞത്ത് വിമതനായി മത്സരിക്കുന്ന മുൻ കൗൺസിലർ റഷീദാണ് ഏറ്റവും ഒടുവിൽ മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുന്നതായി പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. വിഴിഞ്ഞം കൂടാതെ ഉള്ളൂരിൽ ദേശാഭിമാനിയുടെ മുൻ ബ്യൂറോ ചീഫ് K ശ്രീകണ്ഠൻ, ചെമ്പഴന്തിയിൽ ആനി അശോകൻ, വാഴോട്ടുകോണത്ത് VK മോഹനൻ, അതോടൊപ്പം തന്നെ കാച്ചാണിയിൽ നെട്ടയം സതീഷ് കുമാർ എന്നിവരാണ് CPIM-ന് വിമതരായി മത്സരിക്കുന്നത്. ഇവർക്കെതിരെ ഇതിൽ ശ്രീകണ്ഠനെ നേരത്തെ തന്നെ പുറത്താക്കിയിരുന്നു. ബാക്കിയുള്ളവർക്കെതിരെ CPIM വൈകാതെ നടപടിയെടുത്തേക്കുമെന്നാണ് സൂചന. ഇതോടൊപ്പം തന്നെ UDF-നും തിരുവനന്തപുരം നഗരസഭയിൽ വിമത ഭീഷണി ഉണ്ടായിരുന്നു. നേരത്തെ 9 വാർഡുകളിലാണ് വിമതരുണ്ടായിരുന്നെങ്കിൽ അത് കുറച്ചുകൊണ്ടുവരാൻ UDF-ന് സാധിച്ചു. ഇപ്പോൾ UDF-ന് വിമത ഭീഷണിയുള്ളത് കാച്ചാണി, ഉള്ളൂർ, ആറ്റിപ്ര, പൗണ്ട് കടവ്, വിഴിഞ്ഞം, പുഞ്ചക്കരി, മണ്ണന്തല എന്നീ വാർഡുകളിലാണ്. കഴക്കൂട്ടത്ത് വിമതനുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം പത്രിക പിൻവലിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. വിഴിഞ്ഞത്ത് 2 വിമതർ UDF-നുണ്ടായിരുന്നു. അതിലൊരു വിമതൻ പത്രിക പിൻവലിച്ചു, മറ്റൊരു വിമതൻ ഇപ്പോഴുമുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഇത്രയും വാർഡുകൾ കാച്ചാണി, ഉള്ളൂർ, ആറ്റിപ്ര, പൗണ്ട് കടവ്, വിഴിഞ്ഞം, പുഞ്ചക്കരി, മണ്ണന്തല എന്നീ വാർഡുകൾ UDF-ന് വിമതശല്യമുള്ളത്. NDAക്ക് BJP സഖ്യത്തിന് കാര്യമായ വിമതശല്യം നഗരസഭയിൽ നിന്ന് ഇതുവരെ ഇല്ല. ചില വിമതന്മാർ പത്രിക നൽകിയിരുന്നെങ്കിലും അവർ പത്രിക പിൻവലിച്ചു എന്നാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.